സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ദർസ് ഓഡിയോ നമ്പർ 20 സൂറത്തുൽ ബഖറ ആയത്തുകൾ 102 മുതൽ 108 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഉ മാ തത്ലുശ് ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل വത്തബഉ മാ തത്ലു ഷയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. വത്തബഉ അവർ പിന്തുടർന്നു. മാ തത്ലു ഷയാത്വീനു ഷൈത്താൻമാർ പിശാചുക്കൾ ഓതിക്കൊടുത്തത് അലാ മുൽക്കി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ രാജാധിപത്യത്തെ സംബന്ധിച്ച്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് രാജാധിപത്യം ലഭിച്ചത്, അത് വിപുലീകരിച്ചത്, അതിൻ്റെ വികാസം ഒക്കെ സിഹ്ർ കാരണമായിരുന്നു. അദ്ദേഹത്തിന് സിഹ്ർ അറിയാവുന്നത് കാരണമായിരുന്നു. അല്ലാഹ് അങ്ങനെ ഷൈത്താൻമാർ പ്രചരിപ്പിച്ചിരുന്നു. അതിനെ അവർ പിന്തുടർന്നു. ഐ അല അഹദി സുലൈമാന മിന സഹിരി വഗൈരിഹി മിന ലഗ്വിയാത്തി വൽ കുഫ്രിയാത്തി. ലഗ്വിയാത്ത് കുഫ്രിയാത്ത്, കുഫ്റാകുന്ന സിഹറും അതിൻ്റെ കുഫറിലേക്ക് എത്താത്ത തരം സിഹറും ഉണ്ടല്ലോ. അപ്പോൾ സിഹർ ഏത് തരാണെങ്കിലും അത് അനുവദനീയമല്ല. അപ്പോൾ അങ്ങനെയുള്ള പലതരം സിഹറുകൾ കാരണമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ആധിപത്യം നിലർത്താനായത് എന്ന് ഷൈത്താൻമാർ പ്രചരിപ്പിച്ച കാര്യം. വമാ കഫറ സുലൈമാൻ അലൈഹിസ്സലാം നിഷേധിച്ചിട്ടില്ല, അവിശ്വസിച്ചിട്ടില്ല. ബിരിദാഹു അല സിഹർ, അതായത് സിഹറിന്മേൽ അദ്ദേഹം തൃപ്തിപ്പെട്ടുകൊണ്ട് അദ്ദേഹം രീതിയിലുള്ള കുഫർ സത്യനിഷേധത്തിലേക്ക് പോയിട്ടില്ല. ലിഅന്നഹു ലം യകുൻ
മുത്തലിഅൻ അലൈഹി, കാരണം സിഹ്ർ നോക്കി മനസ്സിലാക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. വലാകിന്ന ശയാത്വീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ. വലാകിന്ന ഷയാത്തിന, പക്ഷേ ഷൈത്താൻമാർ കഫറു, അവർ സത്യനിഷേധം കൈക്കൊണ്ടു, അവർ നിഷേധിച്ചു. എങ്ങനെ? അവർ കുഫറിലായത് എങ്ങനെ? യുഅല്ലിമൂന അന്നാസ സിഹ്റ, ജനങ്ങളെ സിഹ്ർ പഠിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഷൈത്താൻമാർ ജനങ്ങളെ സിഹ്ർ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യം പറയുന്ന ഭാഗം. വമാ ഉൻസില, ഇവിടെ തഫ്സീറുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വമാ ഉൻസില എന്നത് മാ എന്നത് മൗസൂലയുടെ മാ ആണ് എന്ന അർത്ഥത്തിൽ ആണ് അധിക മുഫസ്സിറുകളും അധിക പണ്ഡിതന്മാരും എടുത്തിട്ടുള്ളത്. വമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടതും അവർ പിന്തുടർന്നു എന്ന്. എന്നാൽ വമാ എന്നത് മാ നഫീൻ്റെ അർത്ഥം കൊടുക്കുമ്പോൾ നിഷേധം, വമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥമാകും. ഇവിടെ ആ ആശയമാണ് അമർദസരി റഹിമഹുല്ലാ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ലം യൻസിൽ അവതരിച്ചിട്ടില്ല എന്ന്, ലം യൻസിൽ ഇറങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ വമാ ഉൻസില അവതരിച്ചതും എന്നാകുമ്പോൾ അലൽ മലക്കൈന്, മലക്കുകൾക്ക് മേൽ അവതരിച്ചത്. ആ മലക്കുകൾ ആരൊക്കെ? ഹാറൂത്ത് മാറൂത്ത് എന്നാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഷെയ്ഖ് അമർദസരി റഹിമഹുല്ല ആ വീക്ഷണം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം അവതരിച്ചിട്ടില്ല അലൽ മലക്കൈനി, മലക്കുകൾക്ക് മേൽ, ജിബ്രീലോ മീക്കായില, അത്ഫുൻ അലാമ കഫറ, കഫറ എന്നുള്ളതിലേക്ക് അത്ഫാക്കിയിട്ട് ജിബ്രീൽ മീക്കായിൻ്റെ മേലിൽ സിഹർ അവതരിപ്പിച്ചിട്ടില്ല, മലക്കുകൾ, 2 മലക്കുകളിൽ സിഹർ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ബാബിലോൺ കമാ യസ്ഉമൂന അന്ന സിഹറ ഉൻസില ഫി ബാബില അലാ മലക്കൈൻ, അവർ വാദിക്കുന്നത് പോലെ ബാബിലോണിൽ 2 മലക്കുകൾക്ക് സിഹർ അവതരിച്ചു എന്ന്, സിഹർ പഠിപ്പിക്കാൻ. ഹാറൂത്ത് മാറൂത്ത്. എന്നാൽ ഇവിടെ ഹാറൂത്ത് മാറൂത്തിനെ മലക്കുകളായിട്ട് അമൃത്സരി റഹിമഹുല്ല മനസ്സിലാക്കുന്നില്ല. ബദലുൻ, അദ്ദേഹം പറയുന്നത് ഹാറൂത്ത് മാറൂത്ത് എന്ന് ബദലുൻ മിനഷയാത്തീനി, ഷെയ്ത്താൻ മിനഷയാത്തീനി എന്ന് പറഞ്ഞില്ലേ, അവിടേക്കുള്ള ബദലാണെന്നുള്ളതാണ്. മിൻ അഷയാത്തീൻ, ഷയാത്തീൻ. ഇവിടെ വലാക്കിൻ്റെ ഷയാത്തീൻ എന്നുള്ളത് ഹാറൂത്ത് മാറൂത്ത്. ഷെയ്ത്താൻമാർ വലാക്കിൻ്റെ ഷയാത്തീന, പക്ഷേ ഷെയ്ത്താൻമാർ കഫറു, അവർ സത്യനിഷേധം കൈക്കൊണ്ടു, അവർ അവിശ്വസിച്ചു. അല്ലിമൂന നാസ സിഹറ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ട്. ആ ഷെയ്ത്താൻമാർ ആരാണ്? ഹാറൂത്ത് മാറൂത്ത് എന്നവരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ചില തഫ്സീറുകൾ, ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് പല സലഫി പണ്ഡിതന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്ന ഈ 2 പേര് മലക്കുകൾ തന്നെയായിരുന്നു എന്നാണ് അധിക മുഫസ്സിറുകളുടെയും വാദം. അപ്പം ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ബദലുൻ പിന്നെ ഷയാത്തീൻ, ഷയാത്തീൻ എന്നുള്ളതിൻ്റെ ബദല ലാക്കിന്ന ഷയാത്തീന ഹാറൂത്ത മാറൂത്ത വാത്തുബാഹും കഫറു, പക്ഷേ ഷെയ്ത്താന്മാരായിട്ടുള്ള ഹാറൂത്ത് മാറൂത്തും അവരുടെ ഫോളോവേഴ്സും അനുയായികളും നിഷേധിച്ചു എന്നാണ്. ഒമായു അല്ലിമാനി, അവർ 2 പേരും പഠിപ്പിച്ചിരുന്നില്ല. ഹാറൂത്ത മാറൂത്ത, അവിടെ ഈ 2 പേർ എന്നുള്ളത് ഹാറൂത്ത് മാറൂത്ത് എന്നാണ്, 2 ആൾക്കാരാണ് എന്ന് ഈ മുഫസ്സിർ, എല്ലാ മുഫസ്സിറുകളും യോജിക്കുന്നുണ്ട്. ഏറെക്കുറെ ഹാറൂത്ത് മാറൂത്തും പഠിപ്പിച്ചില്ല. മിൻ അഹദിൻ, ഒരാളെയും, അഹദമിനാസി, അതായത് ജനങ്ങളിൽ ആരെയും പഠിപ്പിച്ചില്ല. ഹത്താ യഖൂല, അവർ പറയുന്നത് വരെ ഇദ്ഹാറൻ ലിത്തവാദുഇ, അത് വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നതെന്നുള്ള. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നിശ്ചയം ഞങ്ങളൊരു പരീക്ഷണമാണ്. മുബ്തലൂന ബിൽ ബലായ്, അതായത് പരീക്ഷണം, ബലായ് നടത്തുന്ന. ലസ്നാ ബി മുഖർരിബീന ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖർരിബീങ്ങളല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഈ സിഹ്ർ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഒരു പരീക്ഷണം, ഒരു ഫിത്ന, ഒരു ടെസ്റ്റ് എന്ന നിലക്കാണ്. ഫലാ തക്ഫുർ, അതിനാൽ നിങ്ങൾ ഞങ്ങളെ നിഷേധിക്കരുത്. ഫലാ തക്ഫുർ, അതിനാൽ നിങ്ങൾ കുഫറിൽ അകപ്പെട്ട് പോകരുത്. ഈ സിഹ്ർ നിങ്ങൾ ചെയ്യാനുള്ളതല്ല, നിങ്ങൾക്കൊരു ടെസ്റ്റ് എന്ന നിലക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഇത് പഠിപ്പിക്കുന്നത് എന്നാണ് ഹാറൂത്ത് മാറൂത്ത് എന്നിവർ പറഞ്ഞത് എന്നാണ്. അപ്പോൾ മലക്കുകൾ എന്ന വീക്ഷണമാണ് ഇവിടെ കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്, അവർ ഓൾറെഡി പറയുന്നുണ്ട്, അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട്, എന്ത്, ഞങ്ങൾ നിങ്ങളെ ഈ സിഹ്ർ പഠിപ്പിക്കുന്നത് ഒരു ടെസ്റ്റ് എന്ന നിലക്കാണ്, ഇതിൽ പെട്ടുപോകരുത്, നിങ്ങൾ കാഫറുകളാകരുത്, കുഫറിലേക്ക് പോകരുത്, ബി സുഹബത്തിന, ഞങ്ങളുടെ സഹവാസം മൂലം. ഇവിടെ ഇനി അദ്ദേഹം പറയുന്നത് വർലുഹുമാ മിൻ
ഹാദൽ കലാം ഇമാലത്ത് ഖുലൂബിൻ നാസി ഇലൈഹിമ ഫഇന്നൽ ഇൻസാന ഹരീസുൻ ലിമാ മന. അപ്പോൾ എന്നാൽ ഇദ്ദേഹം വിശദീകരിക്കുന്ന എന്താണ്? ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ടാണ് സിഹ്ർ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഇതിൽ പെട്ട് കുഫറിൽ പെട്ട് പോകരുത് എന്ന് അവർ പറഞ്ഞത്. അവരുടെ അതുകൊണ്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്ന് പറയുന്നത് അറുന്നു ഇതിൻ്റെ ഹദൽ കലാം, അവരുടെ ഈ കലാമിൻ്റെ ഈ സംസാരത്തിൻ്റെ ലക്ഷ്യം ഇമാരത്ത് ഖുലൂബിൻ നാസി ഇലൈഹിമ, ജനങ്ങൾ മനുഷ്യർ അവരുടെ ഹൃദയങ്ങൾ അവരിലേക്ക് ചായ്ക്കാനാണ്, ഇൻക്ലൈൻ ചെയ്യാൻ. ഫൈനൽ ഇൻസാന, കാരണം ജനങ്ങൾ മനുഷ്യൻ്റെ പൊതുവായ പ്രകൃതി എന്താണ്? ഹരീസുൻ ലിമാ മുനിയ, തടയപ്പെട്ടതിലേക്ക് അത്യാർത്തിയുള്ളവനായിരിക്കും അവൻ. ഒരു കാര്യം തടഞ്ഞാൽ അതിലേക്ക് ആർത്തി ഉണ്ടാവും. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ ഒരു പൊതുവായുള്ള പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ആളുകൾ പ്രത്യേകം അത് പഠിക്കാൻ മുന്നോട്ട് വരും എന്നതാണ് അവർ അതുകൊണ്ട് കണക്ക് കൂട്ടിയതെന്നാണ് ഈ തഫ്സീർ പറയുന്നത്. ഫയതഅല്ലമൂന മിൻഹുമാ, അങ്ങനെ ജനങ്ങൾ പഠിക്കുമായിരുന്നു അവർ രണ്ടുപേരിൽ നിന്നും, അതായത് ഐ അന്നാസ് ജനങ്ങൾ പഠിക്കുമായിരുന്നു മിൻ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന്. മായുഫർയഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, മായുഫർയഖൂന ബിഹി, അതുകൊണ്ട് വേർപിരിക്കുന്നത് ബൈനൽ മർഇ വസൗജിഹി, ഒരു പുരുഷനും അല്ലെങ്കിൽ മനുഷ്യനും അവൻ്റെ ഇണക്കും ഇടയിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിക്കുന്ന കാര്യങ്ങൾ ആണ് ആ മലക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് അവർ പഠിച്ചിരുന്നത്. ഹാറൂത്ത് മാറൂത്ത് ഷെയ്ത്താന്മാരാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തഫ്സീർ. അദ്ദേഹം മാത്രമല്ല വേറെ ചില മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് അദ്ദേഹം പറയുന്നത്. ഐ യതഅല്ലമൂന മിൻ തഅവീദാത്തി മാ കാന അസറുഹാ ഹാദാ, അപ്പോൾ അവർ ചില തഅവീദാത്തുകൾ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ അസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു. കമാ യഅമലുഹ ബഅദുൽ ആമിലത്തി ഫി സമാനിന ആമിനത്തി ഫി സമാനിന, ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ ഈ കാലത്ത് ചെയ്യുന്നത് പോലെ എന്നർത്ഥം. വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, വമാഹും ബിദ്ദാരീന ബിഹി, എന്നാൽ ആ ക്ഷുദ്രവിദ്യ കൊണ്ട് അവർ ഉപദ്രവിക്കുന്നവരായിരുന്നില്ല മിൻ അഹദിൻ, ഒരാളെയും ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ സിഹർ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം സിഹർ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ചില തോന്നലുകളും ചില ദുഷ്പ്രേരണകളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഐ ബിഖൽഖിഹി വ ഇറാദത്തിഹി, അവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ ഉദ്ദേശ്യവും ഇല്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ സിഹർ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വയതഅല്ലമൂന മാ യദുർറുഹും, വയതഅല്ലമൂന അവർ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? മാ യദുർറുഹും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഫിൽ ഉഖ്ബ വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമില്ലാത്തതും. ആ സിഹർ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്, ഉപകാരട്ട് അതുകൊണ്ട് ഇല്ലതാനും. ഫിഹ, അതിൽ ഐ അസിഹർ അല്ലദീന യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ആ സിഹർ കൊണ്ടെന്താണ്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർ വേർപിരിക്കുന്നു. ഇതാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഉപദ്രവം അല്ലാതെ ഉപകാരമൊന്നുമില്ല. ഉപദ്രവമിട്ട് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ നടത്താനും കഴിയുകയില്ല എന്നാണ്. വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, വലഖദ് അലിമൂ, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ അറിഞ്ഞിട്ടുണ്ട്. ലമൻ ഇശ്തറാഹു, അതിനെ വാങ്ങിയവൻ, മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവന് ആഖിറത്തിൽ പരലോകത്തിൽ ഒരു ഷെയറും ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്ന്. ഐ ലൈസ ലഹു ഹദ്ദുൻ ഫിൽ ആഖിറതി ഇല്ലന്നാർ, അതായത് ഈ സിഹറിൽ മുഴുകിയ ആൾ, സിഹർ പഠിച്ച് അത് കൊണ്ട് കുഫറിൽപ്പെട്ട ആൾക്ക് ആഖിറത്തിൽ പരലോകത്തിൽ നരകം, നാറല്ലാതെ മറ്റൊന്നും ഷെയർ, മറ്റൊരു സൗഭാഗ്യവും ഇല്ല എന്ന്, മറ്റൊരു ഹദ്ദും ഓഹരിയും ഇല്ല എന്ന്. വലബിഅസ മാ ശറൂ ബിഹി അൻഫുസഹും, അവർ അവരുടെ സ്വന്തം നഫ്സുകൾക്ക് വാങ്ങിയത് അതുകൊണ്ട് എത്ര ചീത്ത. ഐ അറദുഹ അലൽ ഹലാക്കി ബി അമലി സൂയി, ഈ തിന്മ പ്രവർത്തിച്ചത് കാരണം, തിന്മ പ്രവർത്തനം കാരണം അവർ എന്തായി? ഹലാക്കിന് വിധേയരായി, നാശത്തിന് വിധേയരായി. അവർ സ്വയം നശിച്ചു. അവർ കുഫറിൽപ്പെട്ടാൽ എന്താണ്? അത് അവർക്ക് തന്നെയാണല്ലോ നാശം. ലൗ കാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ലൗ തമന്ന ഐ ലൗ കാനു യഅലമൂന ബിമാ യഅലമൂൻ, അവർ അറിയുന്ന കാര്യം, അവർ ലൗ കാനു യഅമലൂന ബിമാ യഅലമൂൻ, അവർ അറിയുന്ന കാര്യം അവർ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, ഇതിന്ന് മാറി നിന്നിരുന്നെങ്കിൽ എന്നർത്ഥം. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്.
മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിക്കുന്നവരുടെ അല്ലെങ്കിൽ വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ. സുമ്മ ലം യഹ്മിലുഹാ, എന്നിട്ട് അവർ പിന്നെ അത് വഹിക്കുന്നില്ല, അത് അനുസരിച്ച് അമൽ ചെയ്യുന്നില്ല, തൗറാത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. വേദം നൽകപ്പെട്ടു, തൗറാത്ത് നൽകപ്പെട്ടു, പക്ഷേ അവരത് അനുസരിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ഉപമ കമസലിൽ ഹിമാരി, കഴുതയെ പോലെയാണ്. ഒരു കഴുതയെ പോലെ. എങ്ങനെയുള്ള കഴുത? യഹ്മിലു അസ്ഫാറ, അത് എന്താ ചുമക്കുന്നു, ഭാരം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. അതിൽ സൂറത്തുൽ ജുമുഅ 5-ാമത്തെ ആയത്ത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ വലഖദ് അലിമു, അവർ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ബഖറ 102-ാമത്തെ ആയത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കുഫറാണെന്നൊക്കെ അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. വലൗ അന്നഹും ആമനു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, കമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടതുപോലെ, വത്തഖൗ, അവർ തഖ്വയുള്ളവർ സൂക്ഷ്മത കൈക്കൊണ്ടവർ ആവുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇംതസലു മാ അമറഹുമുല്ലാഹു ബിഹി വജ്തനബു മാ നഹാഹും അൻഹു, അതായത് അള്ളാഹു കൽപ്പിച്ചത് ഇംതിസാല് ചെയ്യുക, അതനുസരിക്കുകയും അള്ളാഹു നിരോധിച്ചത് നഹി ചെയ്തത് ഇജ്തിനാബ് ചെയ്യുക, ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അതാണ് തഖ്വ. ലമസൂബത്തുൻ, എന്നാൽ ഉണ്ടാകുന്ന ആ പ്രതിഫലം ഉണ്ടല്ലോ, സവാബ്, മിൻ ഇന്ദിൽ, അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന്, അര തഖ്വ, ആ തഖ്വക്ക് മേൽ, ആ സൂക്ഷ്മതക്ക് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ള സവാബ്, ഖൈറുൻ, അത് ഉത്തമമാണ്, മിമ്മാ യഹ്സുലൂന മിൻ ഹുതാമി ദുനിയ, ഈ ദുനിയാവിൻ്റെ കൂമ്പാരങ്ങൾ, ദുനിയാവിൻ്റെ വിഭവങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ. അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണല്ലോ അവർ ഈ സിഹറിലും കുഫറിലൊക്കെ പെട്ടുപോകുന്നത്. അപ്പോൾ അതിനേക്കാൾ ഉത്തമമാണ് അവർ അവരോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം വിശ്വസിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എങ്കിൽ. ലൗകാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഐ ലൗകാന ലഹും ഹള്ളും മിനൽ ഇൽമി ഇഖ്താറു അത്തഖ്വ, അപ്പോൾ അവർക്ക് ഇൽമ ഉണ്ടായിരുന്നെങ്കിൽ, അവർ എന്താണ്, ഇൽമ പറഞ്ഞാൽ നാഫിയായ ഇൽമാണ് ഉദ്ദേശിക്കുന്നത്. ഇൽമ അവർക്കുണ്ട്, പക്ഷേ അത് ഉപകാരപ്രദമാകുന്നില്ല, അത് അവർ യഥാവിധി ഉപയോഗപ്പെടുത്തില്ല. അപ്പോൾ അവർക്ക് നാഫിയായ ഇൽമുണ്ടായിരുന്നുവെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവർ എന്ത് ചെയ്യുമായിരുന്നു? തഖ്വ ഉപയോഗപ്പെടുത്തുമായിരുന്നു, അത് തിരഞ്ഞെടുക്കുമായിരുന്നു എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂലൂ റാഇനാ, നിങ്ങൾ റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന, നിങ്ങൾ ഉൻദുർന എന്ന് പറയൂ. വസ്മഊ, നിങ്ങൾ കേൾക്കൂ. വലിൽ കാഫിരീന, കാഫിരീങ്ങൾക്കുണ്ട് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അതായത് മുഅ്ലിമുൻ ഷദീദുൻ, ശക്തമായ വേദന ഉണ്ടാക്കുന്ന ശിക്ഷ ഉണ്ട് എന്നർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ മുനാഫിഖുകൾ, കപടവിശ്വാസികളായ ആളുകൾ ഇരുന്നിട്ട് റാഇന എന്ന് പറയുമായിരുന്നു. റാഇന എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഞങ്ങളുടെ കൂട്ടത്തിലെ ഇടയ. റായി എന്നത് ഫാഇൽ ആയിട്ടാണ്. എന്താണ് റായി? ഇതാണ് ഇസ്മുൽ ഫാഇൽ മിന റായി എന്ന് കാണാൻ താഴെ. അപ്പോൾ റായി എന്നതിൻ്റെ ഇസ്മുൽ ഫാഇലായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലെ ഖാദിം, സേവകൻ, ഇടയ എന്ന അർത്ഥത്തിൽ ആണ് അവർ, അതായത് ഒരു മോശമായിട്ടാണ് അവർ വിളിച്ചിരുന്നത്. എന്നാൽ റായി എന്നത് ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്ന അർത്ഥത്തിൽ പറയാം. റായിന എന്ന് പറയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണേ. അപ്പോൾ അമ്രായിട്ട് വരും, റിക്വസ്റ്റായിട്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് സഹാബാക്കൾ റായിന എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ മുനാഫിക്കുകൾ റായിന എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ മണ്ട അല്ലെങ്കിൽ ഇടയ എന്ന അർത്ഥത്തിലായിരുന്നു. അപ്പോൾ സത്യവിശ്വാസികളോട് ഇങ്ങനെ ദയാർത്ഥമുള്ള പ്രയോഗം വേണ്ട, മുനാഫിക്കുകൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത് കാരണം. അതുകൊണ്ട് നിങ്ങൾ ഉന്നുർന, ഞങ്ങൾ ശ്രദ്ധിക്കൂ എന്നതിന് ഉന്നുർന എന്ന വാക്ക് ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. മായവദ്ദു, അവർ ആഗ്രഹിക്കുന്നില്ല. മായവദ്ദു എന്ന് പറയുക യുഹിബ്ബു, യുഹിബ്ബു എന്നുള്ള അർത്ഥം. അല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകാരിൽപ്പെട്ട സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ ഇഷ്ടപ്പെടുന്നില്ല. വലാ അൽ മുഷ്രിക്കീന, അതായത് വലാ മിനൽ മുഷ്രിക്കീന, മുഷ്രിക്കീങ്ങളിൽ നിൽപ്പെട്ട സത്യനിഷേധികളായിട്ടുള്ള ആളുകളും ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അയ്യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും, അയ്യുനസ്സല അലൈക്കും, നിങ്ങൾക്ക് മേൽ അവതരിപ്പിക്കപ്പെടുന്നത്, മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന്, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന്.
അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ അള്ളാഹു വരുത്തുന്നത് അത് മുശ്രിക്കുകൾ ബഹുദൈവവിശ്വാസികളിലോ അഹ്ലു കിതാബുകാരിലോ പെട്ട കാഫിരീങ്ങൾ സത്യനിഷേധികൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? അലി അദാവത്തിഹിം ബുഗ്ദിഹിം, അവരുടെ കോപവും അവരുടെ ശത്രുതയും കാരണം. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസ്വാറ, യഹൂദികളും നസാറാക്കളും താങ്കളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, താങ്കൾ അവരുടെ മില്ലത്ത്, അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ. അൽ ബഖറ 120 ആയത്ത്. വ ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഖൗലിഹി തആല, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തത്വാഉ. വലാ യസാലൂന യുഖാതിലൂനകും, അവർ നിങ്ങളോട് പോരടിച്ചു കൊണ്ടേയിരിക്കും, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂകും അൻ ദീനിക്കും, നിങ്ങളുടെ ദീനെ തൊട്ട് അവർ നിങ്ങളെ റദ്ദ് ചെയ്യുന്നത് വരെ. ഇനി ഇസ്തത്വാഉ, അവർക്കത് സാധിച്ചാൽ. അൽ ബഖറ 217 ആയത്ത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അല്ലാഹു യഖ്തസ്സു പ്രത്യേകമാക്കുന്നു, ബിറഹ്മതിഹി അവൻ്റെ അനുഗ്രഹം കൊണ്ട്, മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രത്യേകമാക്കുന്നു. അപ്പം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഹൈറ്, നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്ന് ഹൈറ് അവതരിപ്പിക്കപ്പെടുന്നത്, ഇറക്കപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല കാഫിരീങ്ങൾ. എന്നാൽ അള്ളാഹു വരാണ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ റഹ്മത്ത് പ്രത്യേകമാക്കുന്നു. ഫയുസീബുൽ ഖൈർ മൻ യശാഉ മിർ റഹ്മതിഹി, ഫയുസീബുൽ ഖൈറു മൻ യശാഉ മിർ റഹ്മതിഹി. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ നന്മ ലഭിക്കും. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. ഫാത്തിർ 2 ആയത്ത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, ജനങ്ങൾക്ക് അള്ളാഹു ഒരു റഹ്മത്ത് തുറക്കുന്നില്ല. ഫലാ മുംസിക ലഹാ, അപ്പോൾ അതിന് മാ തുറക്കുന്നു ഉണ്ടെങ്കിൽ അത് ഫലാ മുംസിക ലഹ, അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല. അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക് ഒരു റഹ്മത്ത് ഇറക്കുമ്പോൾ അത് പിടിച്ചു വെക്കാൻ പറ്റുന്ന ആരും ഇല്ല. അല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തായ ഔദാര്യം, അനുഗ്രഹം ഉടയവനാകുന്നു എന്ന്. ഇനി അടുത്ത്, മാ നൻസഖ് മിൻ ആയത്തിൻ, നാം ഒരു ആയത്തും നസ്ഖ് ചെയ്യുന്നില്ല. നസ്ഖ് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഐ നബ്ദിലു ഹുക്മൻ മിൻ അഹ്കാമി ശരീഅത്തി, ശരീഅത്തിൻ്റെ വിധികളിൽ നിന്നുള്ള ഒരു വിധിയെയും നാം മാറ്റം വരുത്തുന്നില്ല. ലീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, വഇദാ ബദ്ദൽനാ ആയതൻ മകാന ആയത്തിൻ. മറ്റൊരു ആയത്തിൽ, സൂറത്തുൻ നഹ്ൽ 101 ആയത്തിൽ കാണാം, നാം ഒരു ആയത്തിനെ മറ്റൊരു ആയത്ത് കൊണ്ട് ബദലാക്കുമ്പോൾ, ഇതാ ബദലിനെ നാം പകരം കൊണ്ടുവരുമ്പോൾ, ആയത്തൻ ഒരു ആയത്തിനെ മക്കാൻ ആയത്തിന് മറ്റൊരു ആയത്തിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അള്ളാഹു ഒരു ആയത്തിനെ, അവൻ്റെ ഒരു ആയത്തിനെയും ഡിലീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നില്ല, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ മറപ്പിക്കുന്നില്ല. അതിന് തുടർന്ന് പറയുന്നുണ്ട്, എങ്ങനെ? അല്ലാതെ അത് മറ്റൊരു ആയത്ത് കൊണ്ടുവരാതെ എന്നുള്ളതാണ്. ബി ഖൈരിൻ മിൻഹാ എന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, അടുത്ത് കാണാം. അപ്പോൾ ശ്രദ്ധിക്കാം, അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരാതെ എന്ന്. ഇനി വഖൗലുഹു തആല, അല്ലെ വഖൗലിഹി തആല, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അൽ ബഖറ 144 ആയത്ത്. എന്താണ്? ഖിബല മാറ്റം സംബന്ധിച്ച. ഖദ് നറാ, നിശ്ചയം നാം കാണുന്നുണ്ട്, തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, താങ്കൾ ആകാശത്തേക്ക് മുഖം തിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബില, കഅബ ഖിബിലയാക്കി തന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് മുന്നിടുമായിരുന്നു എന്നാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഖിബല മാറ്റിക്കൊടുത്തല്ലോ കഅബയിലേക്ക്. അപ്പോൾ അതൊരു മാറ്റമാണല്ലോ. ആയത്ത് ഇവിടെ ശരീഅത്തിൽ വന്നിട്ടുള്ളൊരു, ഹുക്മിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്.
ഔ നുൻസിഹ, അപ്പോൾ മാ നൻസഖ് മിൻ ആയത്തിൻ, ഒരു ആയത്തും നാം ഡിലീറ്റ് ചെയ്യുന്നില്ല, ദുർബലപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നില്ല, മാറ്റം വരുത്തുന്നില്ല. ഔ നുൻസിഹ, അല്ലെങ്കിൽ നാം ഒരു ആയത്തും വിസ്മരിപ്പിക്കുന്നില്ല, മറപ്പിക്കുന്നില്ല. ഐ നുഅഖിറുഹാ ലി ആരിളത്തിൻ ളുറൂറത്തിൻ ദാഇയത്തിൻ, അതിനെ നാം പിന്നോട്ടടിക്കുക. എന്ത് കൗലിഹി താല, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, ഹാജത്തിന് വേണ്ടി. കൗലിഹി താല, അല്ലാഹു തആലാന്റെ വചനം പോലെ, ഔലാ മസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ. ഇവിടെ അഖിറുഹ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. മറപ്പിക്കാന്ന് നുൻസിഹ എന്നുള്ള അർത്ഥം പറയാറുണ്ട്. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ, സംസർഗം പുലർത്തിയാൽ, ഫലം തജിദൂ മാഅൻ, ഇത് നിങ്ങൾ വെള്ളം കണ്ടതുമില്ല, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ശുദ്ധമായ ഭൂമി തേടുക, അതുകൊണ്ട് തയമം ചെയ്യുക എന്നർത്ഥം. അപ്പോൾ സ്ത്രീ സംസർഗം, സ്ത്രീ സ്പർശനെന്നും ജിമാഅ് എന്നൊക്കെ അതിൻ്റെ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ചെറിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും വലിയ അശുദ്ധിയിൽ നിന്നാണെങ്കിലും ശുദ്ധിയാവാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമം ചെയ്യാം. അപ്പോൾ അതൊരു മാറ്റമാണ്. സൂറത്തുൻ നിസാ 43-ാമത്തെ ആയത്ത്. വഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അൽ ബഖറ 184-ാമത്തെ ആയത്ത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, അപ്പം മറ്റു ദിവസങ്ങളിൽ വീട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ, നോമ്പ് ഷഹ്റു റമദാൻ, റമദാനിലാണല്ലോ നോമ്പ് നിർബന്ധമാക്കിയത്. റമദാൻ മാസത്തിലാണ് നോമ്പ് വെക്കാൻ പറഞ്ഞത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അത് ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, യാത്രയിലാണ്, അപ്പോൾ യാത്രയിൽ നോമ്പ് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുന്നത് നല്ലതാണ്. ഇനി പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ മാസങ്ങളിൽ വീട്ടാം. അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രോഗിയാണ്, അപ്പോൾ മറ്റു ദിവസങ്ങളിൽ അത് വീട്ടാൻ പറ്റും, മറ്റു മാസങ്ങളിൽ. വായിരിതാരിക്കമേൽ ആയാത്തി മാലായിഹസ, ഇങ്ങനെ എണ്ണപ്പെടാത്ത, കണക്കാക്കപ്പെടാൻ പറ്റാത്തത്ര ആയത്തുകൾ ഈ വിഷയത്തിൽ ധാരാളമുണ്ട് എന്നർത്ഥം. നഅ്തി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായത് നാം കൊണ്ടുവരും. ഈ സവാബി, പ്രതിഫലത്തിൽ നടത്തും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടുവരും. ഒരായത്ത് അള്ളാഹു ദുർബലപ്പെടുത്തുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലെങ്കിൽ അത് മറപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ ഉത്തമമായതോ അതുപോലത്തതോ ആയിട്ടുള്ള മറ്റൊരായത്ത് കൊണ്ടുവരും. ഫി സവാബി മാ സുഹൂലത്തിൽ അമൽ, അതായത് പ്രതിഫലത്തിൽ അതിനോട് തുല്യമായതോ അതിനേക്കാളുള്ളതോ ആയ മാ സുഹൂലത്തിൽ അമൽ, കർമ്മം എളുപ്പമാകുന്നതോടൊപ്പം. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അലം തഅലം, നീ അറിയുന്നില്ലേ, നിശ്ചയം അല്ലാഹു, അന്നല്ലാഹു, നിശ്ചയം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്ന് അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. അലം തഅലം, നീ അറിയുന്നില്ലേ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഹു, അവനുള്ളതാണ്, മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ. മാരക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ, ഒരു രക്ഷാധികാരിയുമില്ല, വലാ നസ്വീർ, ഒരു സഹായവും ഇല്ല. ആത്യന്തികമായി അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് സഹായം. ഫമൻ യസ്ഹുലു അംറക്കും, ഇത് ലം യഫ്അൽ മൗലാക്കും അൽ ഹഖ്. അപ്പോൾ നിങ്ങളുടെ യജമാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആരാണ് എളുപ്പമാക്കുക എന്നതാണ്. അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, നിശ്ചയം അല്ലാഹു മനുഷ്യരോട് കരുണയുള്ളവനും ദയാപരനുമാണ് എന്ന്. അൽ ബഖറ 143-ാമത്തെ ആയത്ത്. അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ. അം തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തസ്അലൂ റസൂലക്കും, നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാൻ, കമാ സുഇല മൂസാ മിൻ ഖബൽ, മുമ്പേ മൂസ അലൈഹിസ്സലാം ചോദിക്കപ്പെട്ടതുപോലെ. ഹീന ത്വലബഹു അലൈഹിസ്സലാം ബനു ഇസ്രായീൽ ഇലാഹൻ സാനിയ, രണ്ടാമതൊരു ഇലാഹിനെ വേണമെന്ന് ഇസ്രായേലിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹ്റ ഫഅതൗ അലാ ഖൗമി യഅകുഫൂന അലാ സുലാമിൻ ലഹും.
വജാവസ്ന നാം വിട്ടുകടക്കുകയും ചെയ്തു ബനി ഇസ്രായേൽ ബനി ഇസ്രായേലിനുമായിട്ട് അൽ ബഹ്റ ബഹർ സമുദ്രം വിട്ടുകടന്നു. ഫഅതൗ അങ്ങനെ അവർ വന്നു അല ഖൗമിൻ ഒരു ജനതയുടെ അടുത്ത് യഅകുഫുന അല അസ്നാമില്ലഹും അവർക്കുള്ള ബിംബങ്ങൾക്ക് ഭജനമിരിക്കുകയായിരുന്നു. ഖാലൂ യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഖാലൂ അപ്പോൾ അവർ പറഞ്ഞു യാ മൂസ ജഅൽ ലനാ ഞങ്ങൾക്ക് നീ ആക്കിത്ത ഇലാഹൻ ഒരു ഇലാഹനാക്കിത്ത കമാ ലഹും ആലിഹ അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് അല്ലാഹനെ കൂടാതെ വേറെ ഇലാഹനെ വേണമെന്ന്. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. ഖാല മൂസ അലൈഹി സ്വലാം പറഞ്ഞു ഇന്നക്കും നിശ്ചയം നിങ്ങൾ ഖൗമുൻ തജ്ഹലൂൻ അറിവില്ലാത്ത ഒരു ജനത തന്നെ. അൽ അറാഫ് 138 ആയത്ത്. വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാൻ ഈമാൻ പകരം കുഫറിനെ ബദലാക്കുന്നവൻ ആരാണ്? അഖ്ദൽ കുഫ്റ വതറക അൽ ഈമാൻ അതായത് അല്ലെങ്കിൽ അഖ്ദുൽ കുഫ്രി വതറക്കുൽ ഈമാൻ കുഫർ സ്വീകരിക്കുകയും ഈമാൻ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് ആ ഒരു രീതിയാണ് ഇവിടെ ഇസ്രായേലിൽ കണ്ടത്. ഫഖദ് ضل سواء السبيل. അപ്പോൾ എന്താണ് അവർ ചീത്തയായ മാർഗം അല്ലെ വഴികേടിലായിപ്പോയി എന്നതാണ് ഫഖദ് ضل سواء السبيل എന്ന് പറഞ്ഞത്.